നമ്മൾ പാനിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കുന്നു. അത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ സവാള ഇടുന്നു. സവാളയ്ക്കകത്ത് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റുന്നു. ഞാൻ ആക്ച്വലി മൊത്തത്തിൽ 4 സവാളയാണെങ്കിൽ ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഈ ചതച്ച് വെച്ച ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ വഴറ്റിയത്. എന്നിട്ടാണ് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ വഴറ്റിയത്. നന്നായിട്ട് അങ്ങ് വഴറ്റി വരുമ്പോഴേക്കും അതിൻ്റെ കളറങ്ങ് മാറി തുടങ്ങും. അപ്പോൾ ആ കളർ ഇവിടം വരെ ഞാൻ വേറെ ഒന്നും ചേർത്തില്ല. വേറെ ഉപ്പ് മാത്രമായിരുന്നു, വേറെ സ്പൈസസ് ഒന്നും ചേർത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കളർ മാറി വന്നപ്പോഴേക്കും ഞാൻ 2 സ്പൂൺ ഗരം മസാലയും അതുപോലെ 2 സ്പൂൺ എഗ്ഗ് മസാലയും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുന്നു. അതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ വന്നു തുടങ്ങും. അപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് കുറച്ച് എഗ് പപ്സും പിന്നെ കുറച്ച് നമ്മുടെ വെജിറ്റബിൾ പപ്സുമാണ്. അപ്പം ഞാൻ അതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്തു. ഈ ഉണ്ടാക്കിയ ഈ ഓണിയൻ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ വെജിറ്റബിൾ പപ്സിന് വേണ്ടിയിട്ട് അതിനായിട്ട് എടുത്തിട്ട് തോരൻ നമ്മൾ ആ ഓണിയനിൽ വെച്ച് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ പഫ് പേസ്റ്റ് എടുത്തു. നമ്മൾ 4 ചെറു കഷ്ണങ്ങളാക്കി വെച്ചു. ഞാനൊരു എഗ്ഗ് 6 പീസാക്കും, വളരെ ചെറിയ പീസാക്കും, അല്ലെങ്കിൽ അതങ്ങ് പഫ് പേസ്റ്റ് പൊട്ടിപ്പോവും. അപ്പം അധികം എരിവില്ലാത്തതുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള, പിള്ളേർ അധികം എരിവ് കഴിക്കില്ല, ഞങ്ങൾക്കുള്ളതിൽ ഞാൻ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പല ഷേപ്പിൽ ഉണ്ടാക്കി. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഈ ഗ്രേവിയുടെ കൂടെ മിക്സ് ചെയ്യുമ്പം നിങ്ങൾക്ക് ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്കിങ്ങനെ പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പല ഷേപ്പിൽ ഉണ്ടാക്കി. എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഇട്ട് ഞാൻ പഫ് പേസ്റ്റ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പല ഷേപ്പിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എല്ലാം പല അടുക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനിൽ 180 ഡിഗ്രിയിലാണ് വെച്ചത്. ആദ്യം ഞാനൊരു 15 മിനിറ്റ്സാണ് വെച്ചത്. അന്നേരം ഞാൻ നോക്കുമ്പോൾ ആയില്ലായിരുന്നു. പിന്നെ ഞാനൊരു 5 മിനിറ്റ്സോടെ വെച്ചു. നന്നായിട്ട് കുക്കായിട്ട് വന്നു. പിള്ളേർക്കൊക്കെ അങ്ങ് നന്നായിട്ട് ഇഷ്ടമായി. കാരണം അധികം ഞാൻ എരിവിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി എഫേർട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യമാണ്. അപ്പം ഐ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോസ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി അങ്ങനെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ബട്ട് ഇറ്റ് ടേൺ ടു ഗുഡ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.